ഹലോ എവ്രി വൺ. അപ്പം നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് മുരിങ്ങക്കോൽ കൊണ്ട് ചെമ്മീൻ കറിയാണ്. അതിന് ആദ്യം ഒരു ചൂടായ ചട്ടിയിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടാക്കിയിട്ട് അതിൽ കടുകിട്ട് പൊട്ടിക്കുക. കടുക് പൊട്ടിയ ശേഷം നമ്മുടെ ചെറുള്ളി ഇട്ടിട്ട് നന്നായിട്ട് വഴറ്റിയെടുത്തിട്ട് അതിൻ്റെ കൂടെ 2 പച്ചമുളക് കീറിയതും 2 ഉണക്കമുളക് കീറിയതും ഇട്ട് വഴറ്റിയെടുക്കുക. വഴറ്റിയ ശേഷം കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് വഴറ്റിയെടുക്കുക. അത് നന്നായിട്ട് വഴറ്റിയ ശേഷം 1 സ്പൂണ് നമ്മൾ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടി ചേർത്തിട്ട് വഴറ്റിയെടുക്കുക. വഴറ്റിയ ശേഷം ഒരു മുരിങ്ങക്കോൽ കഴുകി മുറിച്ചതാണിത്, അതും കൂടി ചേർത്തിട്ട് വഴറ്റുക. നന്നായിട്ട് വഴറ്റിയ ശേഷം ഒരു തക്കാളി മുറിച്ചിട്ടത് അതും കൂടി ചേർത്ത് നന്നായിട്ട് വഴറ്റിയെടുക്കുക. പിന്നീട് 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടി, 1 സ്പൂൺ മുളക് പൊടി, കാശ്മീരി ചില്ലി പൗഡറാണ് ഞാൻ ഇതിൽ യൂസ് ചെയ്യുന്നത്. 1 സ്പൂൺ മുളക് പൊടി കൂടി ചേർത്തിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കുക. നന്നായിട്ട് വഴറ്റിയ ശേഷം നമ്മൾ കുറച്ച് ചൂടുവെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് വഴറ്റുക. ഒരു 1/2 ഗ്ലാസ് ചൂടുവെള്ളം ഒഴിച്ചിട്ടുണ്ട്, അതും കൂടി ഒഴിച്ച് നന്നായിട്ട് വഴറ്റുക. വഴറ്റിയ ശേഷം ഒരു മാങ്ങ മുറിച്ചതാണ്, ഒരു മാങ്ങ മൊത്തം മുറിച്ചതും ഇതിൽ ഇട്ടിട്ട് ഉപ്പും കൂടി ചേർത്തിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കുക. നന്നായിട്ട് വഴറ്റിയ ശേഷം ഒരു 5 മിനിറ്റ് അടച്ചു വെച്ച് നമ്മൾ വേവിച്ചെടുക്കണം. അടച്ചു വെച്ച് വേവിച്ച ശേഷം തുറന്ന് നോക്കി നമ്മൾ കുറച്ച് വെള്ളമൊക്കെ വറ്റിയിട്ടുണ്ടാവും. അപ്പോൾ ഈ പരുവത്തിൽ കാണും. അപ്പോൾ നന്നായിട്ട് വഴറ്റിയിട്ട് ഈ സ്റ്റേജിൽ നമ്മൾ തേങ്ങാപ്പാൽ ആഡ് ചെയ്യണം. ഞാൻ ഇവിടെ മാഗിയുടെ തേങ്ങാപ്പാലാണ് ആഡ് ചെയ്തത്. 2 പാക്കറ്റ് മാഗി കോക്കനട്ട് പൗഡർ വെള്ളത്തിൽ ഇട്ട് കുറുക്കിയിട്ട് അതാണ് ഞാനിവിടെ ആഡ് ചെയ്യുന്നത്. സോ അത് വെള്ളത്തിൽ ഇട്ട് കുറുക്കിയിട്ട് അതും കൂടെ ആഡ് ചെയ്യണം. ആഡ് ചെയ്തിട്ട് നന്നായിട്ട് തിളപ്പിക്കാൻ വേണം. നന്നായിട്ട് തിളച്ച ശേഷം തുറന്ന് വെച്ച് തിളയ്ക്കണം. തിളച്ച ശേഷം നമ്മുടെ ചെമ്മീൻ ഇപ്പോൾ ഓരോന്നായിട്ട് എടുത്ത് പെറുക്കി ഇതിനകത്ത് ഇടാം. അപ്പോൾ ചെമ്മീനും കൂട്ടി ഇട്ട് നന്നായിട്ട് വഴറ്റിയിട്ട് തുറന്ന് വെച്ച് തന്നെ വേവിക്കുക. 2 മിനിറ്റ് തുറന്ന് വെച്ച് വേവിച്ച ശേഷം പിന്നെ അടച്ച് വെച്ചിട്ട് ഒരു 5 മിനിറ്റ് കഴിഞ്ഞ് തുറന്ന് നോക്കിയാൽ നല്ല തിള വന്ന് കാണും. കുറച്ച് മല്ലിയിലയും കൂടി ചേർത്തിട്ട് നന്നായിട്ട് ഇളക്കുക. ഇളച്ചിട്ട് ഇങ്ങനെ തുറന്ന് വെച്ചിട്ട് നമ്മൾ ഒരു 2 മിനിറ്റ് കൂടി വേവിച്ചാൽ നമ്മുടെ മുരിങ്ങക്കോൽ ചെമ്മീൻ കറി റെഡി. അപ്പോൾ നിങ്ങളൊന്ന് ട്രൈ ചെയ്തിട്ട് അഭിപ്രായം കമൻസിലൊന്ന് പറയാം. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.